ാണ് വിദ്യാർത്ഥികളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ക്ലാറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങ് എത്തിയിരിക്കുകയാണ്. ജോബി സാർ, എന്തൊക്കെയാണ് ക്ലാറ്റ് 2026 എൻട്രൻസ് എക്സാമിൻ്റെ പ്രത്യേകതകൾ? ക്ലാറ്റ് 2026 മുൻ വർഷങ്ങളെ പോലെ തന്നെ ഡിസംബറിലെ ആദ്യത്തെ ഞായറാഴ്ച നടക്കുകയാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു എക്സാം കൂടിയുണ്ട്, ഐലറ്റ്, ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്. അത് ഡൽഹി ലോ സ്കൂളിന് വേണ്ടി പ്രത്യേകമായിട്ട് നടക്കുന്നത്. അത് തൊട്ടടുത്ത സൺഡേ ആയിരിക്കും, അതായത് രണ്ട്. അപ്പോൾ ഡിസംബർ മാസം 7-ാം തീയതി ക്ലാറ്റ് നടക്കുമ്പോൾ 14-ാം തീയതി ആയിരിക്കും ഐലറ്റ് എക്സാം നടക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ക്ലാറ്റിൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലോ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ക്ലാറ്റിൻ്റെ ബേസിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. 26 നാഷണൽ ലോ സ്കൂൾസ് അല്ലെങ്കിൽ ലോ യൂണിവേഴ്സിറ്റീസാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ മറ്റ് പ്രമുഖമായ മറ്റ് പല നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടും പറയാൻ പറ്റും. ഉദാഹരണത്തിന് IIM റോത്തക്കിൽ ക്ലാറ്റ് ബേസിലാണ്. നിർമ്മ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നത്. നമ്മുടെ ബാംഗ്ലൂർ രാമയ്യ നോക്കിയാൽ അങ്ങനെയാണ്. മുംബൈയിലുള്ള നരസിംഹംജി NMIMS ഈ ക്ലാറ്റ് ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എന്ന് പറഞ്ഞാൽ ലോ റിലേറ്റഡ് ആയിട്ട് നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ക്ലാറ്റ് ബേസിൽ അഡ്മിഷൻ നടക്കുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ കൊച്ചിയിലുള്ള ന്യൂവാൽസ് ക്ലാറ്റ് സ്കോർ ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അഡ്മിഷൻ ക്ലാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത് ഏത് റാങ്കിങ് പാറ്റേൺ എടുത്താലും ആദ്യം കാണുന്നത് ബാംഗ്ലൂർ NLU ആണ്. ബാംഗ്ലൂർ ലോ സ്കൂൾ. അവിടുത്തെ BA LLB ആണ്, 5 ഇയർ BA LLB. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ BA LLB ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, BSc LLB ഉണ്ട്, BCom LLB ഉണ്ട്, BBA LLB ഉണ്ട്, ഇപ്പോൾ BSW LLB ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റീസിലേക്ക് വരിക. അങ്ങനെ പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ലോ സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത് കാണുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് വേണമെങ്കിൽ നമ്മൾ ഡൽഹി ലോ സ്കൂൾ, അതായത് ഐലറ്റ് എക്സാം വഴി. പിന്നെ ഹൈദരാബാദ് നാൽസർ, അതും ലോ സ്കൂളാണ്, നല്ലൊരു ലോ സ്കൂളാണ്. പിന്നെ കൊൽക്കത്തയും വളരെ ഫേമസ് ആണ്. ഇത് മൂന്നുമാണ് ഏറ്റവും ടോപ്പായിട്ട് വരുന്നത്. പിന്നെ അതിന് താഴെ നമുക്ക് പറയാവുന്നത്, നമുക്ക് ജോധ്പൂർ പറയാം, പിന്നെ റായ്പൂർ പറയാം, അതുപോലെ ഭോപ്പാൽ. ഇതൊക്കെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലോ സ്കൂളുകൾ. ഇതോടൊപ്പം ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഫീസ് സ്ട്രക്ചർ അല്പം കൂടി ഉയർന്നാകും. പൂനെയിലെ സിംബയോസിസ് വളരെ ഫേമസ് ആണ്. അതുപോലെ OP ജിണ്ടാൽ സോനാപ്പെട്ടിലുള്ള ഹരിയാനയിലാണ്. അപ്പോൾ ഇതൊക്കെ അതുപോലെ ക്രൈസ്റ്റ് ബാംഗ്ലൂരും തിരക്കടില്ലാത്ത ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ലോ സ്കൂളുകളിലാണ് ക്ലാറ്റ് ബേസിൽ അഡ്മിഷൻ നടക്കുന്നത്. അതോടൊപ്പം IIT-യിലും ഉണ്ട് ഒരു ലോ. IIT ഖരഗ്പൂരിൽ ലോ ഉണ്ട്. പക്ഷേ അതിൻ്റെ മാസ്റ്റേഴ്സിന് അവർ ഈ ക്ലാറ്റിൻ്റെ PG വെച്ചാണ്. പക്ഷേ അതിൻ്റെ ബാച്ചിലർ പ്രോഗ്രാമിന് അവരെടുക്കുന്നത് അവരുടേതായ ഒരു എക്സാമിൻ്റെ ബേസിലാണ്. അപ്പോൾ IIT-കളിൽ വരെ ലോ ഉണ്ട് എന്നുള്ളൊരു വസ്തുത എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സാർ, ഇപ്പോൾ ഒരു LLB തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ചെറിയൊരു അറിവേ ഉണ്ടാകത്തുള്ളായിരിക്കും. ഒരു പക്ഷേ എന്തൊക്കെ പാഷനുള്ളവരാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്കില്ലുള്ളവരാണ് ശരിക്കും ഒരു LLB കരിയറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്? നമുക്ക് അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായും 2 തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾ ഇങ്ങോട്ട് വരുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഒന്ന് ലോജിക്കലായിട്ടുള്ള കുട്ടികൾ, അവർ അത്യാവശ്യം നല്ല ലോജിക്കൽ സെൻസ് ഉള്ളവർ. അതുപോലെ തന്നെ വേർഡ് സ്മാർട്ടായിട്ടുള്ളവർ, വെർബൽ ആയിട്ടുള്ള കുട്ടികൾ. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതുപോലെ തന്നെ അത്യാവശ്യം ലോജിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഉണ്ടാവണം. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എങ്കിലേ നമുക്കൊരു ലീഗൽ റീസണിങ് നല്ല രീതിയിലൊക്കെ ചെയ്തു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡൊക്കെ ഉള്ള കുട്ടികളാണ് ലോ പ്രൊഫഷനിലേക്ക് വന്നു ചേരേണ്ടത്. സാർ, ഇപ്പം ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന 2 കാര്യങ്ങൾ എന്താണ്? ആ ഒരു ഫീൽഡിലുള്ള കരിയർ ഗ്രോത്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഫിനാൻഷ്യലി എന്ത് ബെനിഫിറ്റ് ആ ഒരു ഫീൽഡും കൊണ്ട് കിട്ടും? ഈ 2 ചോദ്യങ്ങളും ഒരേപോലെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടാവുന്ന ഒരു പ്രൊഫഷനാണ് ലോ പ്രൊഫഷൻ. നമ്മുടെ സുപ്രീം കോർട്ടിലെ കപിൽ സിബൽ, ഹരീഷ് സാൽവെ, KK വേണുഗോപാൽ, ഇവരുടെയൊക്കെ ഒരു സിറ്റിങ്ങിൻ്റെ ഫീസ്
നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാകും ഇതിനും അപ്പുറം നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്ന മറ്റൊരു പ്രൊഫഷൻ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും വരെ നമുക്ക് എത്താൻ പറ്റും. ഈ ലോയുടെ ഒരു പ്രത്യേകത ഏത് ഫീൽഡിലും ലോയേഴ്സിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഗവൺമെൻറ് സെക്ടറിൽ നല്ലപോലെ ലോയേഴ്സിനെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റിലേക്ക് കൊമേഴ്സ്യൽ മേഖലയിൽ, ഇൻഡസ്ട്രിയിൽ നല്ലപോലെ ആവശ്യം വരുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആവശ്യം വരുന്നുണ്ട്. ഈവൻ റെയിൽവേ പോലും ഉണ്ട്. ഈവൻ പാർലമെൻറ്റിൽ പോലും ലോയേഴ്സിന് നല്ലപോലെ ആവശ്യം വരുന്നുണ്ട്. NIAക്ക് ആവശ്യമുണ്ട്, CBIക്ക് ആവശ്യമുണ്ട്, ആർബിട്രേഷന് ആവശ്യമുണ്ട്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസിൽ, എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ, അതുപോലെ കോർപ്പറേറ്റ് മേഖലയിൽ അവരുടെ കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട്. തന്നെയുമല്ല ലോയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആഡോണായിട്ട്, അതായത് പലയിടത്തും അവർക്ക് ഇപ്പം ഈവൻ ഡിഫൻസിലാണെങ്കിൽ പോലും അവർക്കൊരു അഡ്വാൻസ്ഡ് ആയിട്ടൊരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാനക്കയറ്റമൊക്കെ കിട്ടാൻ ഇതൊരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് പലപ്പോഴും ലോ എടുക്കുന്നുണ്ട്. പിന്നെ ലോയുടെ കൂടെ പലതും ഇൻ്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. ലോ പ്ലസ് MBA ആണെങ്കിൽ ഒരു ഫേമിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഫേം, അത് ഒരു പക്ഷേ ഫിനാൻസ് റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ്, അങ്ങനെയുള്ള എന്തും ആയിക്കോട്ടെ, ആ ഒരു ഫേമിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഫൈൽ ഉള്ള ആളുകൾ മിക്കവാറും ലോ പ്ലസ് MBA ആയിരിക്കാം. രണ്ടാമത് നമുക്ക് പറയാവുന്നത് ലോ പ്ലസ്, അപ്പം ലോ പ്ലസ് MBA പറഞ്ഞ പോലെ തന്നെ ലോ പ്ലസ് കമ്പനി സെക്രട്ടറി. അപ്പോൾ കമ്പനികളിലെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻസിൽ ഈ ഒരു ഇൻ്റഗ്രേഷൻ ഉള്ളവരാണ്. അതുപോലെ CA, ചാർട്ടേഡ് അക്കൗണ്ടൻസി ലോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. MSW പോലും ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെല്ലുന്ന ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഫേമിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇതൊരു പ്രാക്ടീസിങ് പ്രൊഫഷനാണ്. അപ്പോൾ അത് നമുക്ക് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് വരെ ആകാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏത് മേഖലയിലേക്കും ലോ റിലേറ്റഡ്, നമുക്ക് ലോ എന്ന് പറയുമ്പോൾ ഏത് മേഖലയിലും ലോയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ലോയുടെ പ്രത്യേകത. നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്കാണ് അവന് കൂടുതൽ സാധ്യതയെന്ന് നമ്മൾ പറയും. പക്ഷേ ലോയ്ക്ക് അങ്ങനെയല്ല, വളരെ വൈഡാണ്. ഏത് മേഖലയിലും ലോയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് എടുത്താൽ സിവിൽ സർവീസിലേക്ക് നല്ലപോലെ ലോയേഴ്സ് എത്തുന്നുണ്ട്. ലോയേഴ്സിന് എത്താൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്, അല്ലെങ്കിൽ അതിന് സിവിൽ സർവീസിന് പറ്റിയ ഒരു പ്രൊഫഷൻ തന്നെയാണ് ലോയും. കൂടുതൽ ഒത്തിരി ലോയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മറ്റേത് പ്രൊഫഷനേക്കാളും അത് മറ്റേതു എന്നുള്ളത് എടുത്തു പറയുക തന്നെ ചെയ്യാം. ഒരുപക്ഷെ പണവും പവറും ഒരുപോലെയുള്ള എല്ലാ തരത്തിലും ഇപ്പോൾ നമ്മൾ മെഡിസിനും എഞ്ചിനീയറിങ്ങും ഒക്കെയാണ് നമ്മൾ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അതിനൊക്കെ അപ്പുറം നമുക്ക് ഒരു കരിയർ ഗ്രോത്തിന് പറ്റിയ ഒരു പ്രൊഫഷൻ തന്നെയാണ് ലോ. പക്ഷേ പഠിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നന്നായിട്ട് പഠിക്കാം എന്ന് താല്പര്യം ഉള്ള കുട്ടികൾ വേണം ഈ ക്ലാറ്റ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള എക്സാമാണ് ഈ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. സാർ, ഇപ്പം നേരത്തെ സൂചിപ്പിക്കണ്ടായി പലതരം LLB പ്രോഗ്രാമുകളെക്കുറിച്ച്, BCom LLB, BBA LLB, BA LLB. ശരിക്കും എന്താണ് ഇവ തമ്മിലൊരു ഡിഫറൻസ്? ഏത് പാഷനുള്ള വിദ്യാർത്ഥികൾ ഏത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു ബെറ്റർ? കുട്ടികൾ പലപ്പോഴും ഇപ്പോൾ BSc LLBക്ക് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഈ ഒരു BA BSc BCom എന്ന തിരിവിനും അപ്പുറം കുട്ടികൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. ഇപ്പോൾ ബാംഗ്ലൂർ BA LLB ആണ്. അപ്പം ഇപ്പോൾ സയൻസ് പഠിച്ച ഒരു കുട്ടിയാണെങ്കിലും ബാംഗ്ലൂർ NLUവിൽ കിട്ടുമെങ്കിൽ അവൻ മിക്കവാറും BA LLBക്ക് ആയിരിക്കും ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കുട്ടികൾ സെലക്ട് ചെയ്യുന്നത്. BCom ആകുമ്പോൾ നമുക്കൊരു ബിസിനസ് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്കവിടെ ടാക്സേഷനായിട്ട് ബന്ധപ്പെട്ട ലോയിലേക്ക് പോകാം, ഫിനാൻസായിട്ട് ബന്ധപ്പെട്ട ലോയിലേക്കൊക്കെ ഒരു ഓറിയൻറ്റേഷൻ കൂടുതലുള്ള കുട്ടികൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. അതേസമയം ഒരു കോർപ്പറേറ്റ് സെക്ടർ മൊത്തത്തിൽ കോർപ്പറേറ്റ് സെക്ടറിലേക്ക് താല്പര്യമുള്ളവരായിരിക്കും അങ്ങോട്ട് പോകണം. സമയം എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൈകാര്യം ചെയ്യാൻ IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അങ്ങനെയുള്ളതൊക്കെ ഒരു പക്ഷേ ഒരു BScയോ അങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ മതിയാവും. ഒരു വലിയൊരു ഡിഫറൻസിയേഷൻ നമ്മളതിനകത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. സാർ, അതുപോലെ തന്നെ ഇപ്പം പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു 3 year LLB പ്രോഗ്രാം ആയിരുന്നു. ഇന്നത് മാറി ഒരു 5 year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് മാറി. ശരിക്കും ഏതാണ് ഒരു കരിയർ പോയിന്റ് ഓഫ് വ്യൂ നല്ലത്? 3 year പ്രോഗ്രാമും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ NLUസിലും നിലവിലുണ്ട്. 3 year പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ക്യാച്ച് ദം യങ് എന്നുള്ള ഒരു രീതിയിലാണിപ്പോൾ എല്ലാ മേഖലയും അതെ. ഓക്കെ. മാനേജ്മെൻറ്റ് സെക്ടറിലൊക്കെ ഇപ്പോൾ IPM ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ മാനേജ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ കൃത്യമായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർ ഡിഗ്രി പ്രോഗ്രാമിൽ ഡിഗ്രിയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചെയ്യുന്നതിന് പകരം ലോ റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ, അപ്പോൾ ഒരു ഓറിയൻറ്റേഷൻ നന്നായിട്ട് അവർക്ക് കിട്ടും അത്. ഓക്കെ. അപ്പോൾ ആ ഒരു എക്സ്പോഷർ അവർക്ക് കൂടുതൽ ബെറ്ററായിട്ട് ഒരു ഔട്ട്കം കിട്ടാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സാധിക്കുമെങ്കിൽ +2 കഴിയുമ്പം തന്നെ ഈ ഒരു 5 ഇയർ പ്രോഗ്രാമിലേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി അതല്ല എങ്കിൽ മാത്രം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ അവിടെ 6 വർഷം എടുക്കും. ഇത് 5 വർഷം കൊണ്ട് 1 വർഷത്തെ ലാഭം. 1 വർഷത്തെ ലാഭമോടെയാണ്. സാർ, ഇപ്പോൾ ഏതൊരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എടുക്കുമ്പോഴും ആദ്യമായിട്ട് വരുന്നൊരു ചോദ്യം, അതായത് ഒരുപക്ഷെ ഞാൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു, ഒരുപക്ഷെ എനിക്ക് ആ ഒരു ഫീൽഡുമായിട്ട് എനിക്ക് അത്ര താല്പര്യം തോന്നില്ല, എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടോ? എങ്ങനെയാണെങ്കിൽ എന്ത് ഡിഗ്രി ആയിരിക്കും എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ? നമുക്കിവിടെ എക്സിറ്റ് ഓപ്ഷൻ, ഇതൊരു 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഓക്കെ. അപ്പോൾ നമുക്കവിടെ ഒരു എക്സിറ്റ് ഓപ്ഷൻ എന്ന നിലവിൽ നമുക്ക് പറയത്തില്ല. അപ്പോൾ ലോയിലേക്ക് നമ്മൾ 2 വർഷം 2 വർഷം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വരുന്ന 4 ഇയർ പ്രോഗ്രാം ആണെങ്കിൽ 3 ഇയർ കൊണ്ട്, അല്ലെങ്കിൽ 5 ഇയർ ആണെങ്കിൽ അവിടെ 3 ഇയർ കൊണ്ടൊക്കെ ഒരു എക്സിറ്റ് ഇപ്പോൾ NEP പറയുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഇവിടെ ഒരു പ്രോഗ്രാം ഇൻ്റഗ്രേറ്റഡ് ആണ്. അതായത് ആദ്യത്തെ വർഷം പോലെ നമ്മൾ ലോയുടെ പേപ്പേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിനകത്തൊരു BA ആയിട്ട് ഇറങ്ങാനുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്കില്ല. അപ്പോൾ ലോ പർട്ടിക്കുലർ ഫീൽഡ് തന്നെയാണ്, ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. ഇപ്പോൾ നമ്മൾ MBBS 5 ഇയർ ആണെങ്കിലും നമുക്കത് 3 വർഷം കഴിയുമ്പോൾ നമുക്ക് എക്സിറ്റ് ഓപ്ഷൻ ഇല്ല. അപ്പം അതുപോലെ തന്നെ BTech നമുക്ക് 3 ഇയർ കഴിയുമ്പം സാധിക്കത്തില്ല. ആ ഒരു രീതിയിൽ തന്നെ നമ്മളത് പരിഗണിച്ചാൽ വിലയിരുത്തുന്നതായിരിക്കും നല്ലത്. സാർ, ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം ഇനിയാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. 2026 ക്ലാറ്റ് എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എൻ്റെ പാഷൻ ഇതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ഉറപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ലോയെ സംബന്ധിച്ച് ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്, ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 കാര്യം. നമുക്കിവിടെ 5 പേപ്പേഴ്സാണ്, അല്ലെങ്കിൽ 5 തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാകുന്നത്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ഇപ്പോൾ ക്ലാറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ക്ലാറ്റാണ് ഞാൻ പറയുന്നത്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അത് എണ്ണം കുറവാണ്. പിന്നെ ഉള്ളത് ലോജിക്കൽ റീസണിങ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഉള്ളത് വെർബൽ എബിലിറ്റി ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഉള്ളത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഈ ഒരു 25 ക്വസ്റ്റ്യൻസ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലീഗലും ഈ പറയുന്ന GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ 5 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആവും ഇതിനകത്ത് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 120 മിനിറ്റാണ് നമുക്കുള്ളത്. ഓക്കെ. ഓഫ്ലൈൻ എക്സാമാണ്. ആപ്ലിക്കേഷനൊക്കെ ഓൺലൈനാണ്, എക്സാം ഓഫ്ലൈനാണ്. 4000 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീസൊക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഓഫ്ലൈൻ എക്സാം 2 മണിക്കൂർ കൊണ്ട്, അതായത് 120 മിനിറ്റ് കൊണ്ട് 120 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഓക്കെ. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവാണ്. അതായത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രിപ്റ്റീവ് എന്ന് നമുക്ക് പറയത്തില്ല. ആൻസർ ഒബ്ജക്റ്റീവ് തന്നെ. ക്വസ്റ്റ്യൻ കുറച്ചധികം ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് റീഡിംഗ് സ്പീഡാണ്. ഓക്കെ. ഈ റീഡിംഗ് ആൻഡ് കോംപ്രിഹെൻഷൻ, റീഡിംഗ് സ്പീഡ് നല്ലപോലെ കുട്ടികൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്കിലേ ഇവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് ഈ 1 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. കറക്റ്റ് ക്വസ്റ്റിന് 1 മാർക്കും നെഗറ്റീവ് 0.25 വരുന്നത്. 4-1 സാധാരണ എൻട്രൻസ് എക്സാം പോലെ തന്നെ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പം റീഡിംഗ് സ്പീഡ് കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതില്ലെങ്കിൽ നമുക്ക് ഇത് സ്കോർ ചെയ്യാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലീഷ് നല്ലൊരു കമാൻഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ബേസിക് ആയിട്ട്. രണ്ടാമതായിട്ട് കുട്ടികൾ പുറകെ പോകാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സാണ്. ഓക്കെ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. അതിന് നമുക്ക് ഏറ്റവും നല്ല മാർഗം പത്രം നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ്. അപ്പം റീഡിംഗ് സ്പീഡ് കൂട്ടാനായിട്ടൊരു റീഡിങ്ങിന് വേണ്ടി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുകയും ഡെയിലി ന്യൂസ് പേപ്പർ റീഡിങ്ങും അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അതിന് പുറത്ത് വേറെ കോച്ചിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ചെയ്യാവുന്ന വേണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പോസ്വാളിൻ്റെ ഒക്കെ ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ബുക്കായിട്ട് കിട്ടും. അത് എടുത്ത് ചെയ്ത് നോക്കാം. 2025 വരെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് ലെവലിൽ നിൽക്കുന്നു. ആ ഒരു ടൈമൊക്കെ എടുത്ത് ടൈമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നോക്കിയാൽ മതി. ടൈം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 120 ക്വസ്റ്റ്യൻ 120 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊരു സ്ട്രാറ്റജി എടുത്താൽ വിൻ ചെയ്യാമെന്നുള്ള, അങ്ങനെ കയറുന്ന കുട്ടികളുണ്ട് താനും. ഓക്കെ. നമ്മൾ ഈ IIT കയറുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സെൽഫ് സ്റ്റഡിയിൽ കൂടി
വരുന്ന കുട്ടികളുടെ എണ്ണം അല്പം കൂടി കൂടുതലാണ്. ഒരു പക്ഷേ ജെ അഡ്വാൻസിൻ്റെ കോച്ചിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി കുറഞ്ഞ എഫേർട്ടിൽ ഒരു പക്ഷേ നല്ലൊരു അഡ്മിഷൻ കൃത്യമായിട്ട് ഒരു പ്ലാൻ, ഒരു സ്ട്രാറ്റജി കുട്ടികൾക്ക് ചെയ്യാം. പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ടൈമൊക്കെ അലോട്ട് ചെയ്തുകൊണ്ട് അവർക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് വരുന്ന കുട്ടികളുണ്ട്, വിജയിക്കുന്ന കുട്ടികളുണ്ട്, നല്ല റാങ്ക് വരുന്ന കുട്ടികൾ തന്നെ ഉണ്ട്. സാർ, അപ്പം ക്ലാറ്റിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കൊരു കൃത്യമായ ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സാർ, ഇപ്പം നമ്മൾ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ രംഗം എന്ന് വീക്ഷിക്കുവാണെങ്കിൽ ഒത്തിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെയധികം കുറയുവാണ്. അതേസമയം ഒത്തിരി ലോ ബേസ്ഡുള്ള കോളേജുകൾ തുടങ്ങുകയും ചെയ്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്കിടയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, ഈ ഒരു LLB എന്ന് പറയുന്ന പ്രൊഫഷന് ഡിമാൻഡ് കൂടി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ വിദ്യാർത്ഥികൾക്കൊരു ടോട്ടലി ട്രെൻഡ് കൂടി തിരിച്ചറിയാൻ പറ്റൂ? അതോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ ഒരു LLB പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെയാണ് അതിനുള്ള സാഹചര്യങ്ങൾ? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? നമ്മൾ ഡിമാൻഡ് കൂടി എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം മറ്റു പല കോഴ്സുകളും പ്രോഗ്രാമുകളും നിർത്തിപ്പോകുമ്പോൾ അതിന് പകരമായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ. അതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്ത 3 വർഷത്തേന് ഈ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നതുകൊണ്ട് അടുത്ത 3 വർഷത്തേന് പുതിയതായിട്ട് ലോ കോളേജുകളൊന്നും അനുവദിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തും അമിതമായി കഴിഞ്ഞാൽ നമുക്കറിയാം അത് നിലവാരത്തെ ബാധിക്കുന്നുണ്ട്. പലയിടത്തും ഉദ്ദേശിച്ച രീതിയിൽ കുട്ടികൾ എത്തുന്നുമില്ല. നല്ല സ്ഥാപനങ്ങളിൽ ചേരാനാണ് കുട്ടികൾക്ക് എപ്പോഴും താല്പര്യം. അപ്പോൾ നമ്മളതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ഒന്നിന് പകരമായിട്ട് ഒന്നെന്നുള്ള രീതിയിൽ ആ രീതിയിൽ കണ്ടാൽ മതി. പിന്നെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ നമുക്ക് കേരള ഗവൺമെൻറ് നടത്തുന്ന 4 ലോ കോളേജസ് ഉണ്ട്. അതും മറ്റ് പലയിടത്തും അഡ്മിഷൻ കിട്ടാൻ, കേരളത്തിലുള്ള ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ, ക്ലീ എന്ന് പറയും. അത് സാധാരണ നമ്മുടെ +2 എക്സാമൊക്കെ കഴിഞ്ഞ് ആ ഒരു വെക്കേഷൻ ടൈമിലായിരിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമും ഉണ്ടാവും. അതിൻ്റെ ബേസിലാണ് കേരളത്തിലെ ലോ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. 2026 ആദ്യ എൻട്രൻസ് എക്സാമിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. LLB എന്ന് പറയുന്ന ഈ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ഇൻഫർമേഷൻസും ജോബി സാറ് പങ്കുവച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ വിദ്യാർത്ഥികൾക്കും അവരുടെ പേരൻസിനും വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.